ഓർത്തഡോക്സ് യാക്കോബായ സഭാ പള്ളിത്തർക്കത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. 6 പള്ളികൾ ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണമെന്ന ഉത്തരവാണ് കോടതി റദ്ദാക്കിയത്. കോടതിയലക്ഷ്യ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കണമെന്നും നിർദ്ദേശം. ഡി ധനസുമോദ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ധനസുമോദ, സർക്കാരിനും സംസ്ഥാന സർക്കാരിനും യാക്കോബായ സഭയ്ക്കും അനുകൂലമായ അല്ലെങ്കിൽ ആശ്വാസകരമായ ഒരു തീരുമാനമാണല്ലോ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അമൃത, യാക്കോബായ വിഭാഗത്തിന്റെ 6 പള്ളികൾ എറണാകുളത്തും പാലക്കാടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ 6 പ്രധാനപ്പെട്ട പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണം. കൈമാറിയില്ലെങ്കിൽ ഇത് കളക്ടർമാർ നേരിട്ട് ഏറ്റെടുക്കണമെന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായിരുന്നത്. ഈ ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇനി കോടതിയലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കേണ്ടത് സിംഗിൾ ബെഞ്ചല്ല, പകരം ഡിവിഷൻ ബെഞ്ചാണ്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം 2017 നേരത്തെ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള വിധി വന്നത്. യാക്കോബായ വിഭാഗത്തിന്റെ പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണം എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട വിധി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ വിധികൾ പാലിച്ചുകൊണ്ട് തന്നെ, സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഈ കേസ് വീണ്ടും പരിഗണിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ സർക്കാർ നേരിട്ടിരുന്ന വലിയൊരു പ്രതിസന്ധിക്ക് ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുകയാണ്. കാര്യം, യാക്കോബായ വിഭാഗത്തിന്റെ പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറിയില്ലെങ്കിൽ അത് നേരിട്ട് സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളത് ശരിയല്ല എന്നുള്ളത് തന്നെയായിരുന്നു സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. അതിന് കളക്ടർ ആ തരത്തിലുള്ള ഒരു അധികാരിയല്ല എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ഇതിന് അപ്പീലുമായി പോയപ്പോൾ ഡിവിഷൻ ബെഞ്ചിന് ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ ഡിവിഷൻ ബെഞ്ച് ആ സമയത്ത് പറഞ്ഞത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് പരിഗണിക്കാൻ അത് പാലിക്കണമെന്നായിരുന്നു. ഇതേ തുടർന്നാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് യാക്കോബായ വിഭാഗത്തിനും സംസ്ഥാന സർക്കാരിനും ഒരു ആശ്വാസകരമായിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത്.